Hi all, it is me Dr. Amrita here. Hope each and everyone is doing well and good. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ കംപ്ലൈൻറ്റ് എന്നൊന്ന് അറിയണ്ടേ? അപ്പോൾ മിക്ക വണ്ണം വെച്ചിരിക്കുന്നവരുടെ വിഷമം എന്താണ്? എനിക്ക് മെലിഞ്ഞ് നല്ല സുന്ദരിയായ തമന്നെ പോലെ ഇരിക്കണം അല്ലേ. അപ്പം മെലിഞ്ഞിരിക്കുന്ന ആളുടെ വിഷമം എന്താണ്? എനിക്ക് നല്ല ഒന്ന് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചിട്ട് ഒന്ന് ഇരിക്കണമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെലിയണം എന്ന് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് എന്താണ്? അവരുടെ വിഷമം എന്താണ്? ഒരു നല്ലൊരു സാരി ഉടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത്രയും വണ്ണം കാരണം അതൊന്നും അത്ര ശരിയാവുന്നില്ല. സാരി ഉടുത്തു നോക്കിയാൽ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ റിലേറ്റീവ്സ് പിന്നെ പണ്ട് പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് എന്താണ്? നീ ഇത്രയും വണ്ണം വെച്ച് ഇങ്ങനെ തടിച്ച് കൊഴുത്തു പോയല്ലോ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറ്റും? എൻ്റെ മനസ്സ് ഒത്തിരി വിഷമിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഈ വണ്ണമൊക്കെ ഒന്ന് കുറച്ചാലും. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇത്രയും നാളായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ബോഡിയാണ്. അങ്ങിപ്പോൾ എന്ത് ചെയ്യും? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മനസ്സങ്ങോട്ട് വിഷമിച്ചിട്ട് പെട്ടെന്ന് 10 ദിവസത്തിനുള്ളിൽ വണ്ണം കുറഞ്ഞിട്ട് നമ്മളെ നടി തമന്നെ പോലെ ആവാൻ പറ്റുമെന്ന് കേട്ടാൽ എന്താണ്? ഉടനെ ഓടുകയാണ് അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ പിറകെ. അപ്പം അങ്ങനെ പോകുന്ന അഡ്വർടൈസ്മെൻറ്റിൽ ഒളിച്ചിരിക്കുന്ന വലിയ ചതിക്കുഴിയെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോയ്ക്ക് മുൻപ് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഫിറ്റ്നസ് സെൻറ്റേഴ്സും അങ്ങനെ അല്ല. പക്ഷേ നമ്മുടെ ചുറ്റും ചില സെൻറ്റേഴ്സുണ്ട്. അതായത് ഡയറ്റിന് ബേസിക്കലി മെലിഞ്ഞിരിക്കുന്നവരെ വണ്ണം വയ്ക്കാനും വണ്ണം വയ്ക്കുന്നവരെ മെലിഞ്ഞിരിക്കാനും ചില കോക്സ് ആയിട്ടുള്ള സെൻറ്റേഴ്സുണ്ട്. അപ്പോൾ അവിടെ ഞെട്ടിപ്പിക്കുന്ന ആപത്ത് ഒളിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എപ്പോഴാണ് നമ്മൾ മറ്റൊരാൾ പറയുന്നതിന് മുൻപ് തന്നെ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കണ്ടേ നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള, അതായത് ആവശ്യത്തിനുള്ള വണ്ണമാണോ നമുക്കുള്ളത്, അതോ നാട്ടുകാർ പറയുന്ന പോലെ കൂടുതലാണോ? അപ്പം മറ്റുള്ളവരുടെ വാക്കുകളുടെ പിറകെ പോകാതെ നമുക്ക് ഒരു ഐഡൻറ്റിറ്റി അല്ലേ, നമുക്ക് സെൽഫായിട്ടൊരു ധാരണ വേണം. അതല്ലാതെ മറ്റൊരാളുടെ നാക്കിലാവരുത്. നാക്ക് ഇൻ ദ സെൻസ് മറ്റൊരാൾ പറയുന്ന വാക്കിലാകരുത് നമ്മൾ ജീവിക്കേണ്ട. നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡേർഡ് സെൽഫ് ലവ് എപ്പോഴും വേണം. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, BMI നമ്മുടെ ഗൈഡ് ലൈൻസിലുള്ള എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ അഡിക്വേറ്റ് ആയിട്ടുള്ള BMI ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് BMI എങ്ങനെ കണ്ടുപിടിക്കും? വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇതിനാവശ്യമുള്ളത് എന്താണ്? ഒരു കാൽക്കുലേറ്റർ മാത്രം. അതായത് നമ്മുടെ വെയ്റ്റ് അറിയണം, ഹൈറ്റ് അറിയണം. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിന് താഴെ ഒരു ഫോമുല കൊടുക്കാം കേട്ടോ. ആ ഫോമുലയിൽ ഇട്ട് കൊടുക്കുക. അതായത് വെയ്റ്റ് ഇപ്പം എന്താണ്, ഒരു ഫീമെയിൽ അഡിക്വേറ്റ് ആയിട്ട് ഉള്ള ഒരു വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 55 kg ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 55 ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഹൈറ്റ് 160 ആണെങ്കിൽ 160 × 160 അതിന് മീറ്റർ സ്ക്വയറിലോട്ട്, സെൻറ്റിമീറ്ററിനെ മീറ്റർ സ്ക്വയറിലോട്ടാക്കിയിട്ട് നമ്മൾ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂ നമ്മുടെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ടേബിളുണ്ട് ഈ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ. അപ്പോൾ അതിൽ ഏത് വാല്യൂവിലാണ് പെടുന്നതെന്ന് നോക്കാം. അതായത് ഓൾമോസ്റ്റ് ഒരു 18.5 to 24.9 ആ ഒരു ഗൈഡ് ലൈൻസ്, ആ ഒരു വിത്തിൻ ലിമിറ്റ്സിലാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം നമ്മുടെ വെയ്റ്റ് ഈസ് അഡിക്വേറ്റ്. ഓൾമോസ്റ്റ് 17.5 to 24.9 പറയുന്നുണ്ട്. അപ്പോൾ ലെസ് ദാൻ 17 പോയിൻറ്റ് ഇതാണെങ്കിൽ എന്താണ്? യുവർ അണ്ടർ വെയ്റ്റ് ആണ് അല്ലേ, നമുക്ക് വെയ്റ്റ് ആവശ്യത്തിനില്ല. അതേസമയം 30 ഒക്കെ പോകുമ്പോൾ എന്താണ്? ഒബീസാണ്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വണ്ണം വയ്ക്കണോ അതോ വണ്ണം കുറയണോ. ഇതാണ് യഥാർത്ഥ ഗൈഡ് ലൈൻസ്. ഓക്കെ. അപ്പോൾ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ പറയുന്നത് നീ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് തടിച്ച് കൊഴുത്ത് ഒരു ബ്രോയിലർ ചിക്കനെ പോലെ ആയല്ലോ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ഓടിപ്പോയി നമ്മൾ വണ്ണം കുറയ്ക്കേണ്ട കാര്യമൊന്നും അല്ല. നമ്മൾ നോക്കുക, നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക? തോന്നുന്നില്ലെങ്കിൽ ഈ BMI ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് അതിലെ വാല്യൂ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം.
അപ്പം നിങ്ങൾക്കിപ്പം ഒബീസ് ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് അമിതവണ്ണം ആകുമ്പം ഒരുപാട് ബുദ്ധിമുട്ട് വരും അല്ലേ? എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്, ഞാൻ വീണ്ടും പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം. അതിറോസ്ക്ലെറോസിസ്, കൊഴുപ്പ് രക്തക്കുഴലിലൊക്കെ അടിഞ്ഞാൽ പിന്നെ ഹൃദ്രോഗങ്ങൾ വരാം. പിന്നെ അത് മാത്രമല്ല ഫീമെയിൽസിന് PCOD, ഒബിസിറ്റി വൺ ഓഫ് ദ റിസ്ക് ഫാക്ടറാണ്. അങ്ങനെ ഒരുപാട്. പിന്നെ അത് മാത്രമല്ല എല്ലാവരുടെയും ഈ വണ്ണം വയ്ക്കുന്നവരുടെ മിക്കവരുടെയും ബുദ്ധിമുട്ട് എന്താണ്? ബാക്ക് പെയിൻ. കാരണം എന്താണ്? ബോഡി ഫ്രണ്ടിലോട്ട്, അതായത് അബ്ഡോമൻ കുടവേറ് വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആ സ്പൈനലിൻ്റെ ആ ഒരു പോർഷനിൽ എന്ത് പറ്റും? കംപ്രഷൻ വരും. ഇപ്പോൾ ബാക്ക് കംപ്രഷൻ വരുമ്പോൾ എന്ത് പറ്റും? ബാക്ക് പെയിൻ മെയിൻലി വരും. നെർവ്സ് മെയിൻലി കംപ്രസ്ഡ് ആകുമ്പോൾ ബാക്ക് പെയിൻ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ലോങ് ആയിട്ടൊന്നും പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, വണ്ണം ഒരുപാടാകുമ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇത് മെയിൻലി പറയാനല്ല, ഈ ഒരു തട്ടിപ്പ് സെൻറ്റേഴ്സിൽ നടക്കുന്ന സംഭവത്തിന് പറ്റി പറയാനാണ്. അപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിരുന്നല്ലോ, 2-3 വർഷം ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിരുന്നു ഇവിടെ MDക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കണ്ട ഇതൊരു യഥാർത്ഥ സംഭവമാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നത്, അതിന് മുൻപ് ഞാൻ എന്താണ് അവിടെ നടന്ന ഹിസ്റ്ററി എന്ന് പറയാം, എന്നിട്ട് ഈ കഥയിലോട്ട് വരാം. അപ്പം ഈ മെലിഞ്ഞിരിക്കുന്ന ആളുകളുടെ മെയിൻ ഡിമാൻഡ് എന്താണ്? വണ്ണം വയ്ക്കണം. അപ്പോൾ വണ്ണം വയ്ക്കുന്ന ആളുടെ മെയിൻ ഡിമാൻഡ് എന്താണ്? മെലിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് മിക്ക സെൻറ്റേഴ്സിൻ്റെ മോട്ടീവ്. എന്താണ് അവരാദ്യമേ പറയാം, നമ്മൾ കാണുമ്പോഴേ മെലിഞ്ഞ് നല്ല ഇതായിട്ടിരിക്കുകയാണെങ്കിൽ പറയാം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വണ്ണം വെച്ചെടുപ്പിക്കാം. അപ്പോൾ വണ്ണം വെച്ച ആളുടെ പറയാൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെലിഞ്ഞൊരു സുന്ദരിയാവാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ്? ആളുകൾക്ക് 10 ദിവസത്തിനുള്ളിലാണ് റിസൾട്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പൊടി കലക്കി കൊടുക്കും. ഒരു സൈസ് നമുക്കറിയത്തില്ല, ഒരു പൊടിയും ഒരു വെള്ളവും പിന്നെ കുറച്ചൊരു കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എന്തോ പ്രോട്ടീൻ പൗഡറാണെന്ന് പറഞ്ഞിട്ട് എന്നും കലക്കി കൊടുക്കും. ഇപ്പോൾ സംഭവം എന്താണെന്ന് അറിയാമോ? ഇത് തൈറോയ്ഡ് പ്രൊഫൈലിൻ്റെ ഒരു കഥയാണേ. അതായത് നമ്മൾ തൈറോയ്ഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ്? TSH കൂടുതലായിരിക്കും, TSH മോറായിരിക്കും, തൈറോയ്ഡ് T3 T4 കുറവായിരിക്കും. ഹൈപ്പർ തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? TSH കുറവായിരിക്കും, ബാക്കി T3 T4 കൂടുതലായിരിക്കും. ഇതാണ് അതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോതൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയ്ഡുള്ള ആളെങ്ങനെയിരിക്കും? നല്ല വണ്ണം വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഹൈപ്പർ തൈറോയ്ഡ് എന്ന് പറയുമ്പം മെലിഞ്ഞിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഈ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്കും ഈ വണ്ണം വെച്ചിരിക്കുന്ന ആളുകൾക്കും തൈറോയ്ഡ് മെഡിസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുക്കും. അതായത് ഹൈപ്പോതൈറോയ്ഡ് ആയിരുന്നാൽ, അതായത് TSHൻ്റെ വാല്യൂ എന്താണ്? കൂടിയിരുന്നാൽ അതാണ് ഹൈപ്പോതൈറോയ്ഡ്. അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് മെഡിസിൻസ് കൊടുക്കും. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടൊരു പേഷ്യൻ്റാണ്. എക്സസീവായിട്ട് ഒരു സെൻറ്ററിൽ പോയി, ഇതുപോലത്തെ മെഡിസിൻസ് ആയിരുന്നു. അപ്പോൾ വന്നിട്ട് പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് പാൽപിറ്റേഷനും എല്ലാം നോക്കിയിട്ടും ഫുൾ ഡി അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ തൈറോയ്ഡ് ലെവൽസ് നോക്കിയപ്പോഴെന്താണ് അവിടെ കണ്ടു ഈ മാജിക്. അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള പൊടിയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 10 ദിവസത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ 1 മാസത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇങ്ങനെ ഒരു പൊടിയും കുറച്ച് വെള്ളമൊക്കെ തരുമ്പോൾ എന്താണ് ഈ പൊടിയൊക്കെ എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇതിൽ അവർ ലേബിൾ മാറ്റുന്നു, തരുന്നു. ചില സെൻറ്ററിൽ ലേബിൾ പോലും കാണിക്കാതെ ഈ പൊടിയാണ് തരുന്നത്. അപ്പോൾ എന്താണ് ഈ തൈറോയ്ഡ് ഹോർമോൺസ്, ഈ തൈറോയ്ഡ് ടാബ്ലറ്റിനെ അവർ ക്രഷ് ചെയ്തിട്ട് തരും. മനസ്സിലായി? തൈറോയ്ഡ് ഞാൻ പറഞ്ഞു, ഹൈപ്പോതൈറോയ്ഡ് ഉള്ളവരെങ്ങനെ ഇരിക്കും? നല്ല വണ്ണം വെച്ചിരിക്കും. അപ്പോൾ ഹൈപ്പർ ആണെങ്കിൽ മെലിരിക്കും. രണ്ടിൻ്റെയും മെഡിസിൻസ് വേറെയാണ്. തൈറോണോമാണ് നമ്മൾ എന്തിനു കൊടുക്കുന്നത്? ഹൈപ്പോതൈറോയിഡിസത്തിന് കൊടുക്കുന്നത്. മറ്റത് അല്ലാത്ത മെഡിസിന്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? മെലിഞ്ഞിരിക്കുന്ന ആൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും, വണ്ണം വയ്ക്കുന്ന ആൾ പെട്ടെന്ന് മെലിയും. അപ്പോൾ പേഷ്യൻറ്റും ഹാപ്പി. അപ്പോൾ അവരുടെ ആ കോഴ്സും കഴിയുന്നു, ഇത്ര ലക്ഷം രൂപയും പോകുന്നു. പിന്നെയാണ് എന്താണ് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ പെട്ടെന്ന് അടിക്ക് വരാൻ തുടങ്ങും.
അപ്പോൾ ഇങ്ങനെയുള്ള ട്രാപ്പുകളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് യോഗ മെഡിറ്റേഷനൊക്കെ വളരെ നല്ലതാണ്, മനസ്സിന് മെഡിറ്റേഷൻ നല്ലതാണ്. പിന്നെ യോഗയെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു യോഗ ടീച്ചറിൻ്റെ കീഴിൽ മാത്രം യോഗ ചെയ്യുക. പിന്നെ അവർ പറയുന്ന ഓരോ സ്റ്റെപ്സും കറക്റ്റായിട്ട് ചെയ്യുക. ഈ കിടന്നിട്ടുള്ള സ്റ്റെപ്സ്, കാല് വെച്ചിട്ടുള്ള സ്റ്റെപ്സ്, അത് എന്താണോ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്യുക. കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാതെ തെറ്റായിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അബ്ഡോമൻ, നമ്മുടെ വയറ്റിന് താഴെയുള്ള മസിൽസൊക്കെ വീക്കാവും. അബ്ഡോമൻ മസിൽസൊക്കെ വീക്കൻ ആവാൻ തുടങ്ങും. വീക്ക് ആവുമ്പോൾ എന്ത് പറ്റും, ഹെർണിയ, അങ്ങനെ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് യോഗ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു യോഗ പ്രാക്ടീഷനെ കീഴിൽ ചെയ്യുക. അവർ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ പഠിച്ച് അതുപോലെ ചെയ്യുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്ഡോമൻ മസിൽസ് വീക്കാവും, പിന്നെ ഹെർണിയാവും, പിന്നെ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തിനാണ് അല്ലേ. അപ്പോൾ ഇതൊരു ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, മറ്റൊരാളെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മൾ കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ പലതും നിങ്ങളെ പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ അവരെ ഒഴിവാക്കാമെന്ന് വെച്ചാൽ, ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, ഇഗ്നോർ ചെയ്യുക. നമുക്ക് അല്ല, ഒരു ലിമിറ്റ് വഴി നമുക്ക് സംസാരിക്കാം. വീണ്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അവരെ നന്നാക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ നന്നാവുന്നത്, അല്ലെ, നമുക്കൊരു ചേഞ്ച് ആവാൻ ഒന്നായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, 2 കൈ കൊട്ടാതെ ശബ്ദം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ മറ്റൊരാൾ നമ്മളോട് റേസ് ആവാൻ വന്നാലും എന്ത് ചെയ്യുക, 1 മിനിറ്റ് നമ്മൾ കൊടുക്കുക. അവർ പറയുന്നത് എന്താണ്, ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് കൊടുത്തു നോക്കുക. അവരുടെ ഭാഗവും കൂടെ കേൾക്കാനായിട്ടൊരു ടൈമിങ് കൊടുക്കുക. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു ഡിസിഷൻ ചെയ്യരുത്. ഇപ്പോൾ നമ്മളിപ്പം ഒരാളെ പിന്നെ നമ്മൾ വിഷമിപ്പിച്ചാലും പിന്നെ അവരുടെ ഭാഗത്തായിരുന്നു ശരിയെങ്കിൽ അത് പിന്നെ നമുക്കൊരു വേദന ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ പെട്ടെന്ന് കടുക് പൊട്ടുന്ന പോലെ പൊട്ടാതെ നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് അവർ പറയുന്നതൊന്ന് ജസ്റ്റ് കേൾക്കാൻ നോക്കുക. എന്നിട്ട് നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കുക. വീണ്ടും അവരെ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. സോ ഇതൊരു ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ, ആൻഡ് ഇറ്റ്സ് മീ ഡോക്ടർ അമൃത. പിന്നെ ഇതൊരു പുതിയ വ്യൂവർ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് ഇറ്റ് ഇസ് മീ ഡോക്ടർ അമൃത. വി ക്യാൻ ബി ജസ്റ്റ് ഫ്രണ്ട്സ്, ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ ലിസണിങ് മീ. താങ്ക് യു സോ മച്ച്.